നമുക്ക് ഇനി വർക്ക് എനർജിയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഒരു പ്രോബ്ലം എങ്ങനെയാണ്? എ ബോഡി ഓഫ് മാസ് 0.5 കിലോഗ്രാം travels in a straight line with velocity v is equal to ax raised to 3/2, where a equal to 5 meter per second square. What is the work done by the net force during its displacement from x is equal to 0 to x is equal to 2 meter? അപ്പോൾ x is equal to 0 മുതൽ x is equal to 2 മീറ്റർ വരെ ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കാൻ നിങ്ങൾ എത്ര വർക്ക് ചെയ്യണമെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കൂ, ഈ ക്വസ്റ്റ്യൻ നന്നായി വായിച്ചാൽ നമുക്ക് മാസ് കാണാം. 0.5 കിലോഗ്രാം ആണ് മാസ്. വെലോസിറ്റി തന്നിട്ടുണ്ട് ax raised to 3/2. ഓരോ ലൊക്കേഷനിലും ഓരോ വെലോസിറ്റിയാണ്. ax raised to 3/2 ഇത് കാണാനായിട്ട് സാധിക്കും. സോ മാസ് തന്നു, വെലോസിറ്റി തന്നു, എക്സ് is equal to 0 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്ന് എക്സ് is equal to 2 മീറ്റർ വരെയാണ് മൂവ് ചെയ്തത്. എന്നാൽ ഇവിടെ ഫോഴ്സ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇതൊന്നും ഇൻഫർമേഷൻ തന്നിട്ടില്ല. അപ്പോൾ ഇത് തരാതെ എങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാമെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതുന്നു. ഫസ്റ്റ് ഇതിൻ്റെ മാസ് തന്നിട്ടുണ്ട്. സോ m is equal to 0.5 kilogram. This is given. Then velocity is equal to a into x raised to 3/2. ഇതാണ് വെലോസിറ്റി. എ എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വേർ എ ഇസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ദിസ് ഇസ് ഗിവൺ. ഇതാണ് തന്നിട്ടുള്ളത്. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഇസ് ഈക്വൽ ടു 2 വരെയാണ് ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യിക്കുന്നത്. ഈ സമയത്ത് വർക്ക് എത്രയാണ്? ഇതാണ് ചോദ്യം. ശ്രദ്ധിക്കൂ, ഇവിടെ നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി അറിഞ്ഞാൽ മതി. വെലോസിറ്റി അറിയാം, മാസ് അറിയാം. അതിനർത്ഥം നമുക്ക് കൈനറ്റിക് എനർജി എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എസ്റ്റിമേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ്. സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും ഫൈനൽ കൈനറ്റിക് എനർജിയും കണ്ടുപിടിക്കാം. അതിനായി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, ഇതാണല്ലോ ഇനീഷ്യൽ പൊസിഷൻ. സോ ദിസ് ഈസ് ദ ഇനീഷ്യൽ പൊസിഷൻ. എക്സ് ഇസ് ഈക്വൽ ടു 0. ആ സമയത്തുള്ള വെലോസിറ്റി ഇതെത്രയാണ്? എ ഇൻറ്റു 0 raised to 3/2. നിങ്ങൾക്കറിയാം ദാറ്റ് ഈസ് ഈക്വൽ ടു 0 മീറ്റർ പെർ സെക്കൻഡ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. എക്സ് 0 എന്ന സമയത്ത് വെലോസിറ്റി 0 ആണ്. എക്സ് ഏതാണോ വാല്യൂ അതിവിടെ കൊടുത്താൽ മതി. വെലോസിറ്റി ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സിൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. എക്സ് മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി മാറും. ഓക്കെ. ഇനി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 മീറ്റർ, എക്സ് 2 മീറ്റർ ആവുന്ന സമയത്തുള്ള വെലോസിറ്റി അതെങ്ങനെയാണ്? സോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു a into 2 raised to 3/2. എയുടെ വാല്യൂ എത്രയാണ്? 5 ആണ്. സോ 5 into 2 raised to 3/2. ഇതാണ് വെലോസിറ്റി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2. സോ രണ്ട് സമയത്തുള്ള വെലോസിറ്റി നമുക്കറിയാമെങ്കിൽ രണ്ട് സമയത്തുമുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. സോ ദെർഫോർ ഇവിടെ ഞാൻ എഴുതാം കൈനറ്റിക് എനർജി. ഞാൻ അതിനെ KI എന്ന് കൊടുക്കുകയാണ്. ഇനീഷ്യൽ കൈനറ്റിക് എനർജി അത് എത്രയായിരിക്കും മക്കളെ? 12 mv². ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 അല്ലേ? കാരണം വെലോസിറ്റി 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും 0 ആയിരിക്കും. ഇവിടെ വെലോസിറ്റി 5 into a raised to 3/2 എന്നാണ്. സോ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ദെർഫോർ കൈനറ്റിക് എനർജി KF is equal to half mv² എന്നാണ് കിട്ടുന്നത്. സോ 1/2 half m എഴുതുന്നു. ഓക്കെ. ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ. സോ എമ്മിൻ്റെ വാല്യൂ എഴുതാം അല്ലേ? എമ്മിൻ്റെ വാല്യൂ 0.5 ആണ്. സോ m is 0.5 ഇൻറ്റു വെലോസിറ്റി 5 into 2 raised to 3/2 ആണ്. സോ അതിൻ്റെ സ്ക്വയർ 5 into 2 raised to 3/2 അതിൻ്റെ സ്ക്വയർ. അപ്പോൾ അതിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് ഈക്വൽ ടു 1/2 into 0.5 into 5 സ്ക്വയർ. 5നെ സ്ക്വയർ ചെയ്യുക. സോ 5 സ്ക്വയർ ഇൻറ്റു നോക്കൂ 2 raised to 3/2 സ്ക്വയർ. അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് പോവും. 2 raised to 3 അല്ലേ? 2 raised to 3 കാരണം 2 raised to 3 into 2 എന്നാണ് വരിക. സോ 2 ഗെറ്റ്സ് ക്യാൻസൽ, 3 എന്ന് വരും. അപ്പോൾ ഒരു 2 ക്യാൻസൽ ചെയ്തിട്ട് അല്ലേ, ഒരു 2 ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാം. 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, ശരിയല്ലേ? 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ വീണ്ടും ഒരു 2 ക്യാൻസൽ ചെയ്യാം. 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ വീണ്ടും ഒരു 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2 എന്നാണ് വരിക. 5 സ്ക്വയർ എത്രയാണ്? 5 സ്ക്വയർ ഇസ് 25. 25 into 2 എന്ന് പറഞ്ഞാൽ 50. സോ 50 ജൂൾ. സോ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 ജൂൾ ആണ്. ഫൈനൽ കൈനറ്റിക് എനർജി 50 ജൂൾ ആണ്. സോ വാട്ട് ഈസ് വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ്? Work done by the net force is equal to change in kinetic energy, that is Kf minus Ki.
കെ എഫ് എന്ന് പറയുന്നത് 50 ജൂളാണ്, മൈനസ് കെ ഐ എന്ന് പറയുന്നത് 0 ജൂളാണ്. സോ 50 ജൂൾ. ഓക്കെ, സോ വെലോസിറ്റി തന്നിരുന്നു ആസ് എ ഫങ്ഷൻ ഓഫ് പൊസിഷൻ. അപ്പം ഓരോ പൊസിഷനിലുമുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാം. അതിൻ്റെ അർത്ഥം ഓരോ പൊസിഷനിലുമുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി അറിയാമെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എത്രയും നോക്കുക. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. അത് വർക്ക് ഡണ്ണിന് ഈക്വൽ ആണ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 50 ജൂൾ. ദിസ് ഈസ് ദ ആൻസർ. So now look at the next question. A bullet of mass 10 gram and velocity 8 meter per second is passed through a mud wall of thickness 1 meter. Its velocity reduces to 100 meter per second. Find the average resistance offered by the mud wall. അപ്പോൾ നിങ്ങളൊരു മഡ് വാൾ കൺസിഡർ ചെയ്യുക. മണ്ണിൻ്റെ ഒരു വോൾ, മതിൽ. ഒരു ബുള്ളറ്റ് ഫയർ ചെയ്തിട്ടുണ്ട്. ഒരു ബുള്ളറ്റിൻ്റെ മാസ് 10 ഗ്രാമാണ്. 10 ഗ്രാം മാസുള്ളൊരു ബുള്ളറ്റ് ഈ മഡ് വാളിലൂടെ കടന്ന് അപ്പുറത്തെത്തുകയാണ്. അപ്പം മഡ് വാള് 1 മീറ്റർ തിക്നെസ് ഉള്ള വലിയ മഡ് വാളാണ്. അതിലൂടെ കടന്ന് അപ്പുറത്തേക്ക് എത്തി. ഇനീഷ്യലി ഇതിൻ്റെ വെലോസിറ്റി 800 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇനീഷ്യൽ വെലോസിറ്റി അറിയാം, മാസ് അറിയാം. ഓൾ ഓഫ് യു നോ ദാറ്റ് കൈനറ്റിക് എനർജി ഈസ് ഗിവൺ. ഇനി ഫൈനൽ വെലോസിറ്റി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മാസ് നിങ്ങൾക്കറിയാം, വെലോസിറ്റി അറിയാം, വെച്ചാൽ കൈനറ്റിക് എനർജി അറിയാം. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചാൽ വർക്ക് ഡൺ കിട്ടും. വർക്ക് ഡണ്ണിൽ നിന്ന് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. കാരണം മഡ് വാൾ ഓഫർ ചെയ്ത റെസിസ്റ്റീവ് ഫോഴ്സ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എഴുതുമ്പം മാസ് ഇസ് ഈക്വൽ ടു, മാസ് എത്രയാണ് മക്കളെ? 10 ഗ്രാം. അതിനെ SI സിസ്റ്റത്തിലേക്ക് മാറ്റേണ്ടി വരും. 10 × 10⁻³ കിലോഗ്രാം. ഇതാണ് മാസ് ഓഫ് ദ ബോൾ. Initial velocity u, that is equal to 800 meter per second. Final velocity v, that is 100 meter per second. And the displacement, ഈ മഡ് വാളിൻ്റെ തിക്നെസ് ആയിരിക്കും അതിനുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ്, ആ വർക്ക് ഡൺ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? മഡ് വാളിൻ്റെ തിക്നെസ്സിലൂടെ കടന്ന് ചെന്നപ്പോഴാണ് എന്ത് ചെയ്തത്? വെലോസിറ്റി റെഡ്യൂസ് ചെയ്തത്. അപ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോഴാണ് വെലോസിറ്റി റെഡ്യൂസ് ചെയ്തത്? 1 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോഴാണ് റെഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 1 മീറ്റർ എന്ന് കിട്ടുന്നു. സോ ദീസ് ആർ ദ ഇൻഫർമേഷൻസ്. നൗ അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, according to work energy theorem, according to work energy theorem, work is equal to change in kinetic energy, that is K final minus K initial. K final minus K initial. നമുക്ക് ചെയ്ത് നോക്കാം. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വർക്ക് ഇസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, F ഇൻറ്റു എസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു KF, ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ വെലോസിറ്റി അറിയാമല്ലോ, എത്രയാ? 1/2 mv² മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ് 1/2 mu². ഫൈനൽ കൈനറ്റിക് എനർജി 1/2 mv², ഇനീഷ്യൽ കൈനറ്റിക് എനർജി 1/2 mu². സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2 m വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം, v² മൈനസ് u² എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മാസ് എത്രയാണ്? മാസ് 10 × 10⁻³ ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ 800ൻ്റെ സ്ക്വയർ മൈനസ് 100ൻ്റെ സ്ക്വയർ. ഓക്കെ, സോ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 1. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 1/2 10 × 10⁻³ ഇൻറ്റു 800 സ്ക്വയർ മൈനസ് യെസ് ഇറ്റ് ഇസ്. അത് ജസ്റ്റ് തിരിഞ്ഞു പോയി അല്ലേ? ഫൈനൽ വെലോസിറ്റി 100 അല്ലേ, 800 അല്ല. സോ ഇറ്റ് വിൽ ബി 100 സ്ക്വയർ മൈനസ് 800 സ്ക്വയർ. സോ ഇറ്റ് ഈസ് 100 സ്ക്വയർ മൈനസ് 800 സ്ക്വയർ. ശരിയല്ലേ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ വെലോസിറ്റി 100 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 800 ആണ്. സോ ഡു ഇറ്റ്, നിങ്ങളിത് ചെയ്താൽ മതി. സോ ദാറ്റ് മച്ച് ന്യൂട്ടൺ എന്നായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവാണ് വരിക അല്ലേ? 100 സ്ക്വയർ മൈനസ് 800 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് സൈൻ. ആ നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെസിസ്റ്റീവ് ഫോഴ്സാണ്. ആക്ച്വൽ മോഷൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ളൊരു ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വെലോസിറ്റി കുറയുകയാണ് ചെയ്തത്. സോ റെസിസ്റ്റീവ് ഫോഴ്സാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ നെഗറ്റീവ് വരാനുള്ള കാരണം. സോ നമുക്ക് വർക്ക് എനർജി തിയറം ഉപയോഗിച്ച് ഇതുപോലെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിലുള്ള എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഈ 2 ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വർക്ക് ഡൺ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ചില സന്ദർഭങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ സന്ദർഭത്തിൽ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഫോഴ്സ് അറിയില്ല. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, ഫോഴ്സ് അറിയില്ല. അപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ എങ്ങനെ നമുക്ക് വർക്ക് ഡൺ കാണാമെന്ന് ചോദിച്ചാൽ, ഇനീഷ്യലി ഈ ബുള്ളറ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതിന് മുമ്പുള്ള വെലോസിറ്റി അറിയാം. ഇതിനെ തുളച്ച് ചെന്നതിന് ശേഷമുള്ള വെലോസിറ്റി നമുക്കറിയാമെങ്കിൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കപ്പെട്ടാൽ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ഡൺ എത്രയാണെന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് ദ ഐഡിയ ഓഫ് വർക്ക് എനർജി തിയറം ആൻഡ് ദീസ് ആർ ദ മോസ്റ്റ് യൂസ്ഫുൾ 2 പ്രോബ്ലംസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്ന 2 പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആണ് ഇത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. നമ്മളപ്പോൾ കൈനറ്റിക് എനർജിയെ പറ്റി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇവിടെ വരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ദ ഐഡിയ ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വാക്ക് ശ്രദ്ധിക്കൂ, പൊട്ടൻഷ്യൽ എനർജി. ഈ വാക്ക് പൊട്ടൻഷ്യൽ എന്നുള്ളത് നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുക ടു ഡു വർക്ക്. അദ്ദേഹത്തിനൊരു കാര്യം ചെയ്യാൻ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ റെഡി ടു ഡു വർക്ക്, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ത്വര, അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത ഉണ്ടായിരിക്കുന്നൊരവസ്ഥയ്ക്കാണ് പൊട്ടൻഷ്യൽ എന്നുള്ള രീതിയിൽ പറയാറുള്ളത്. അപ്പം ഒരു പ്രവൃത്തി ചെയ്യാൻ അത് റെഡിയാണ്, ആ സിസ്റ്റം റെഡിയാണ്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു സിസ്റ്റത്തിന് certain amount of potential energy ഉണ്ടെങ്കിൽ that system is ready to do some work. ഉടനെ തന്നെ ആ എനർജി ഉപയോഗിച്ച് ആ സിസ്റ്റം ചില വർക്ക് ചെയ്യാൻ തയ്യാറാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു വർക്ക് ചെയ്യാൻ സിസ്റ്റത്തിന് കേപ്പബിൾ ആക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ സന്നദ്ധമാക്കി തീർക്കുന്ന എനർജിയാണ്. ഞാൻ വേറെ രീതിയിൽ പറയാൻ ശ്രമിക്കാം. സ്റ്റോർഡ് എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി, സംഭരിക്കപ്പെട്ടിട്ടുള്ള ഊർജം. ചില സിസ്റ്റങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഊർജം സംഭരിക്കപ്പെടും, എനർജി സ്റ്റോർ ചെയ്യപ്പെടും. ഈ സ്റ്റോർ ചെയ്ത എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അങ്ങനെ സംഭരിക്കപ്പെട്ടിട്ടുള്ള സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള ആ എനർജി എന്തിനുള്ള ടെൻഡൻസി കാണിക്കും? ആ ഊർജം സംഭരിക്കപ്പെട്ടിരിക്കുകയാണ്, അത് സ്പെൻഡ് ചെയ്യാൻ, അതായത് അത് വർക്കായി കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആ സിസ്റ്റം എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ പൊട്ടൻഷ്യൽ എന്നുള്ള വാക്ക് ആദ്യം പറയാനുള്ള കാരണം. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. ആ സ്റ്റോർ ചെയ്ത എനർജി ഏത് സമയത്തും സ്പെൻഡ് ചെയ്യാൻ അത് തയ്യാറാണ്, ആ സ്പെൻഡ് ചെയ്യാൻ അത് കേപ്പബിളാണ്, അത് സ്പെൻഡ് ചെയ്യാനായിട്ട് അതിനൊരു ടെൻഡൻസി ഉണ്ട്. അതാണ് നമ്മൾ ആ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയാനുള്ള കാരണം. പ്രവൃത്തി ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ എപ്പോഴും ആ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കും ഇഫ് ഇറ്റ് ഹാസ് സ്റ്റോർഡ് സം പൊട്ടൻഷ്യൽ എനർജി. ആ സിസ്റ്റം പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ടെൻഡൻസി എപ്പോഴും ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആ സിസ്റ്റം എപ്പോഴും കാണിക്കും. അതായത് ആ എനർജി സ്പെൻഡ് ചെയ്യാൻ ആ സിസ്റ്റം എപ്പോഴും ട്രൈ ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള സംഭരിക്കപ്പെട്ടിട്ടുള്ള എനർജിയെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. ഞാൻ നിങ്ങളോട് പറഞ്ഞു, എല്ലാ സന്ദർഭങ്ങളിലും ഇത് സംഭരിക്കപ്പെടണമെന്നില്ല, എല്ലാ സന്ദർഭങ്ങളിലും ഈ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതിന് പ്രത്യേക കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെഫിനിഷനിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? ചെറിയ ക്ലാസ്സുകളിൽ പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഇറ്റ് ഈസ് എനർജി സ്റ്റോർഡ് ബൈ എ സിസ്റ്റം ഡ്യൂ ടു ഇറ്റ്സ് പൊസിഷൻ. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ കൊണ്ട് ആ വസ്തുവിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ള ഊർജ്ജത്തെയാണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഞാനത് കുറച്ചുകൂടി വ്യക്തമായി പറയുന്നു. ഇറ്റ് ഈസ് എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ ഫീൽഡ്
ഓർ ദ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ. രണ്ട് അവസ്ഥകൾ കൊണ്ടാണ് ഈ സംഭരണം ഉണ്ടാവാനുള്ള ഒരു കാര്യം. പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ആണ്. സ്ട്രെയിൻ ആയിരിക്കുന്ന അവസ്ഥ, വളരെ സ്ട്രെയിൻഫുൾ ആയിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ അവസ്ഥ, അത് ഊർജം സംഭരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തത് പൊസിഷൻ ഇൻ ദ ഫീൽഡ്, ഫീൽഡിലുള്ള പൊസിഷൻ. വെറുതെ കുത്തിരുന്നാൽ പൊട്ടൻഷ്യൽ എനർജി കിട്ടില്ല. പൊസിഷൻ കൊണ്ട് വെറുതെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല. ഒരു ഫീൽഡിലായിരിക്കണം ഈ ഒബ്ജക്റ്റ് ഇരിക്കേണ്ടത്. എങ്കിൽ മാത്രമേ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൺഫ്യൂഷൻസ് വരാം. എന്താണ് ഈ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ, എന്താണ് ഈ ഫീൽഡ്, ഇതൊന്നും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ല. നമുക്കതിലേക്ക് കടക്കാം. സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്ന് പറയുന്നത് പേര് നിർദ്ദേശിക്കുന്നത് പോലെ സ്ട്രെയിൻ ആയിരിക്കുന്നൊരവസ്ഥ. അപ്പോൾ നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്പ്രിങ്ങിനെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിനെ നിങ്ങൾ കംപ്രസ് ചെയ്യുക. അപ്പോൾ അതിനകത്തൊരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുകയാണ്. സ്പ്രിങ്ങിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുമ്പോഴും അതിലൊരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുകയാണ്. സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ഉണ്ടാവുകയാണ്. അങ്ങനെ ആ സ്പ്രിങ്ങിൽ ഒരു എനർജി സ്റ്റോർ ചെയ്യപ്പെടും. നിങ്ങളതിനെ കംപ്രസ് ചെയ്യാൻ നിങ്ങളൊരു വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നിങ്ങളൊരു വർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ വർക്ക് ഡൺ ആ സ്പ്രിങ്ങിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടും. നിങ്ങൾ കംപ്രസ് ചെയ്ത സ്പ്രിങ്ങിനെ ഇങ്ങോട്ട് റിലീസ് ചെയ്ത് നോക്കൂ, അത് എക്സ്പാൻഡ് ചെയ്യുന്നത് കാണാം. അതിൽ സ്റ്റോർ ചെയ്ത എനർജി ഉപയോഗിച്ചിട്ടാണ് അത് എക്സ്പാൻഡ് ചെയ്തത്. സ്വയം എക്സ്പാൻഡ് ചെയ്തു. ശരിയല്ലേ? നിങ്ങളതിനെ കംപ്രസ് ചെയ്തു, നിങ്ങൾ വർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആ ചെയ്ത വർക്ക് അതിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തു. നിങ്ങളതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും പഴയ പൊസിഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത് കാണാൻ പറ്റും. അപ്പം അവിടെ എനർജി സ്പെൻഡ് ചെയ്തത് ആ സിസ്റ്റമാണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വന്നു. ഇത് തന്നെയാണ് നമ്മളതിനെ വലിച്ചു നീട്ടുമ്പോഴും സംഭവിക്കുന്നത്. നിങ്ങളതിനെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊരു വർക്ക് ചെയ്തു, അതിനെ വലിച്ചു നീട്ടാൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ നിങ്ങൾ വർക്ക് ചെയ്തു. ആ വർക്ക് ഡൺ അതിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. നിങ്ങൾ വിട്ടു നോക്കൂ, പഴയ പൊസിഷനിലേക്ക് തന്നെ വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ കണ്ടോ, സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ട് ഡെവലപ്പ് ചെയ്ത സിറ്റുവേഷൻ എനർജി. നിങ്ങൾ കംപ്രസ് ചെയ്യുമ്പോഴും ഒരു സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുമ്പോഴും ഒരു സ്പ്രിങ്ങിനെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും ആക്ച്വലി നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്, നിങ്ങളതിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ആണ്. ആ സ്ട്രെയിൻ കൊണ്ട് ഒരു എനർജി അവിടെ ഡെവലപ്പ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി. നിങ്ങളൊരു റബ്ബർ ബാൻഡ് എടുത്ത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴും കംപ്രസ് ചെയ്യുമ്പോഴും തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഉദാഹരണം പറയാറുള്ളത് പോലെ ഒരു ടോയ് കാർ, സ്പ്രിങ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ടോയ് കാർ കൺസിഡർ ചെയ്യാം. നിങ്ങൾ സ്പ്രിങ് ഇങ്ങനെ അതിനെ ടോയ് കാറിനെ നിങ്ങളിങ്ങനെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്പ്രിങ് തിരിക്കുമ്പം ആ സ്പ്രിങ് അതിൽ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വരുന്നു. ആ സമയത്ത് ഒരു സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ട് അതിൽ എനർജി സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് കാറ് റിലീസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കാറ് മുന്നോട്ട് കുതിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ സ്പ്രിങ്ങിൽ സ്റ്റോർ ചെയ്ത എനർജി, സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ട് ഡെവലപ്പ് ചെയ്ത സ്റ്റോർ ചെയ്ത എനർജി കൈനറ്റിക് എനർജിയായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബോ ആൻഡ് ആരോ സിസ്റ്റം, അമ്പും വില്ലും. നിങ്ങളൊരു അമ്പും വില്ലും എടുത്തിട്ട് നിങ്ങളതിനെങ്ങനെ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം വിട്ടാലല്ലേ മുന്നോട്ട് കുതിക്കുന്നത്. നിങ്ങളതിനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ആ അമ്പ് എന്ന് പറയുന്നതിൽ നിങ്ങളൊരു വയറ്, ഒരു ത്രെഡ് കെട്ടിയിട്ടുണ്ട്. ആ ത്രെഡിനെയാണ് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രെയിൻ കൊണ്ട് ഒരു എനർജി അവിടെ ഡെവലപ്പ് ചെയ്യുകയാണ്, സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. ആ ആരോയിൽ, ആ സിസ്റ്റത്തിൽ ഒരു എനർജി സ്റ്റോർ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ അമ്പ് ഇങ്ങനെ പിറകിലേക്ക് വലിക്കുന്ന സമയത്ത് യു ഇമാജിൻ ദാറ്റ് ആ അമ്പിൻ്റെ ത്രെഡിൽ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നു. ആ സ്ട്രെയിൻ കൊണ്ട് അതിൽ എനർജി സ്റ്റോർ ചെയ്യപ്പെടുന്നു. നിങ്ങളത് റിലീസ് ചെയ്ത് നോക്കൂ, ഈ അമ്പ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ അമ്പ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ആ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത പൊട്ടൻഷ്യൽ എനർജിയാണ് ആ അമ്പിനെ മുന്നോട്ട് കുതിക്കാനുള്ള വർക്ക് പ്രൊഡ്യൂസ് ചെയ്തത്, വർക്ക് തന്നത്, സ്പെൻഡ് ചെയ്തത്. ആ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ധാരാളം ഇതുപോലുള്ള ഉദാഹരണങ്ങൾ. ഓക്കെ, സ്പ്രിങ്ങിൻ്റെ ഉദാഹരണം പറഞ്ഞു, റബ്ബർ ബാൻഡിൻ്റെ ഉദാഹരണം പറഞ്ഞു, പിന്നെ ഇത് ഉദാഹരണം പറഞ്ഞത് ബോ ആൻഡ് ആരോ സിസ്റ്റം. അതിനൊക്കെ ഉദാഹരണം പറഞ്ഞു. ഇവിടെയൊക്കെ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ ആണ് ഉണ്ടായത്. സിസ്റ്റത്തിലൊരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്തു, ആ സ്ട്രെയിൻ കൊണ്ട് എനർജി സ്റ്റോർ ചെയ്തു, അത് നമുക്ക് സ്പെൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റി അല്ലേ. അമ്പും വില്ലും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല, എനർജി സ്റ്റോർ ചെയ്ത് നിൽക്കുകയാണ്. അങ്ങ് വിട്ട് കഴിഞ്ഞാൽ, റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പ് മുന്നോട്ട് കുതിക്കുന്നത് കാണാം. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എനർജി സ്റ്റോർഡ് ബൈ ദ സിസ്റ്റം. അത് സ്പെൻഡ് ചെയ്തതാണ് ആക്ച്വലി അത് മുന്നോട്ട് പോകാനുള്ള കാരണം. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകാമെന്ന് മനസ്സിലായി. ഇനി പൊസിഷൻ ഇൻ ദ ഫീൽഡ്, ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. ഫീൽഡിലായിരിക്കണം. ഫീൽഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയൻ. ഇതിനെയാണ് ഫീൽഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് ഫോഴ്സ് ആണെങ്കിലും, ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇവർക്കൊക്കെ ഫീൽഡ് ഉണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫീൽഡിനെ വിളിക്കുന്ന പേര് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്നാണ്.
ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഫീൽഡിനെ വിളിക്കുന്ന പേര് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഫീൽഡിനെ വിളിക്കുന്ന പേര് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഈ 3 ഫീൽഡുകളും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബലം, ഫോഴ്സ് അനുഭവപ്പെടുന്ന റീജിയൻ. അപ്പോൾ നിങ്ങളൊരു ചാർജിന്, ഒരു മാഗ്നറ്റ് ഇവിടെ എടുത്താൽ, ഈ മാഗ്നറ്റിന് ചുറ്റും, നോർത്ത് സൗത്ത് പോലുള്ള ഒരു മാഗ്നറ്റ് എടുത്താൽ, ഈ മാഗ്നറ്റിന് ചുറ്റും അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്. അതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ചാർജിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്താൽ ആ ചാർജിന് ചുറ്റും ആ ചാർജിൻ്റെ ഇലക്ട്രിക് ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു റീജിയൻ ഉണ്ട്. അതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഒരു മാസ്സുള്ള ഒബ്ജക്റ്റിനെ എടുക്കുക, ഒരു ഹെവി മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ് ഇവിടെ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് അതിന് ചുറ്റും അതിൻ്റെ ഫോഴ്സ് അനുഭവപ്പെടുന്ന, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്ന ഒരു റീജിയൻ നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അതാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് ബെസ്റ്റ് എക്സാമ്പിൾ സർഫസ് ഓഫ് എർത്ത്. ഇവിടെയൊക്കെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു ഒബ്ജക്റ്റ് ഇട്ടാൽ അത് താഴേക്ക് വീഴാൻ കാരണം ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്ക് അനുഭവപ്പെടുന്നു. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അനുഭവപ്പെടുന്ന ഈ റീജിയൻ ഓൺ ദ സർഫസ് ഓഫ് എർത്ത് വേർ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് എക്സ്പീരിയൻസ്ഡ്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട് എന്ന് പറയാം. അപ്പം ശ്രദ്ധിക്കൂ, ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് അനുഭവപ്പെടുന്ന റീജിയൻ, അതിന് വിളിക്കുന്ന പേരാണ് ഫീൽഡ് എന്നുള്ളത്. ഓക്കെ, ഇനി ഈ ഫീൽഡിൽ ഒരു ഒബ്ജക്റ്റിനെ വെക്കുമ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ലല്ലോ. കാരണം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനെ വിളിക്കുന്ന പേരാണ് ഫീൽഡ്. ആ ഫീൽഡിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ വെക്കുമ്പോൾ അതിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ആ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ടും അത് ആ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ഒരു വർക്ക് ഡൺ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ വർക്ക് ഡൺ അതിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. അതാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. ഒരു ഫീൽഡിൽ ഒരു ഒബ്ജക്റ്റിനെ നിങ്ങൾ കീപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക, ഒരു പൊസിഷനിൽ അതിനെ കീപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിനെ ആ പൊസിഷനിൽ തന്നെ നിലനിർത്തണമെങ്കിൽ നിങ്ങളൊരു ബലം പ്രയോഗിച്ചേ മതിയാവും, വർക്ക് സ്പെൻഡ് ചെയ്തേ മതിയാവും. എന്നാലേ നിങ്ങൾക്ക് അതിനെ ആ പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ കീപ്പ് ചെയ്യാൻ നിങ്ങൾ ചെയ്ത വർക്ക് ഡൺ ഉണ്ടല്ലോ, അത് ആ സിസ്റ്റത്തിൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യും. ആ വർക്ക് ഡൺ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത ആ എനർജിയാണ് ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ഡസ്റ്റർ കൺസിഡർ ചെയ്യാം. എർത്തിൻ്റെ സർഫസിൽ നിന്നും ഈ ഡസ്റ്ററിനെ ഞാനൊരു ഗിവൺ ഹൈറ്റിൽ ഈ പൊസിഷനിൽ കീപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നോക്കൂ, ഈ ഡസ്റ്ററിനെ ഞാൻ ഈ പൊസിഷനിൽ കീപ്പ് ചെയ്യണം. ഇതിങ്ങനെ കീപ്പ് ചെയ്യണമെങ്കിൽ ഞാനിതുവരെ പിടിച്ചുകൊണ്ടിരിക്കണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റായി ഞാനൊരു വർക്ക് ചെയ്ത് ഒരു ബലം കൊടുത്ത് എങ്കിൽ മാത്രമേ ഈ പൊസിഷനിൽ ഇതിനെങ്ങനെ കീപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ദിസ് ബോഡി ഈസ് ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അല്ലേ. ഈ ഒബ്ജക്റ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് നിൽക്കുന്നത്. ഈ പൊസിഷനിൽ ഇവിടെ നിൽക്കുമ്പോൾ ഇതിന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാനൊരു ബലം കൊടുത്തിട്ടാണ് ഇതിനെ ഈ പൊസിഷനിൽ കീപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഈ പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ചെയ്യുന്ന വർക്ക് ഡൺ ആണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ പൊസിഷനിൽ ഇതിനിങ്ങനെ നിലനിർത്തണമെങ്കിൽ, അതാണ് കീപ്പ് ചെയ്യുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ഈ പൊസിഷനിൽ ഇതുപോലെ ഇങ്ങനെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. ആ ചെയ്യുന്ന വർക്കാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. സർ, ഇതിൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ടോ? ചിലർക്ക് സംശയമായിരിക്കും. ഈ ജസ്റ്റ് റിലീസ്. അത് റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് കാണാൻ സാധിക്കും? അത് താഴേക്ക് വീഴുന്നത് കാണാൻ സാധിക്കും. ആ പൊട്ടൻഷ്യൽ എനർജി കൊണ്ടാണ് താഴേക്ക് അത് വരുന്നത്. കൈനറ്റിക് എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 കാരണം കൊണ്ട് ഈ പറയുന്ന പൊട്ടൻഷ്യൽ എനർജി വരാം. ഒന്ന് സ്റ്റേറ്റ് ഓഫ് സ്ട്രെയിൻ, രണ്ടാമത്തത് പൊസിഷൻ ഇൻ ദ ഫീൽഡ്. ഇതാണ് 2 റീസൺസുകളായിട്ട് പറയാനുള്ളത്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ 2 എനർജിക്ക് ഞാൻ എക്സാമ്പിളുകൾ പറയാം. പൊട്ടൻഷ്യൽ എനർജിക്ക് 2 ഉദാഹരണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾ എർത്തിൻ്റെ സർഫസ് കൺസിഡർ ചെയ്യാം. എർത്തിൻ്റെ സർഫസിൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുന്നു. ആ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴത്തേക്കായിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു mg. താഴേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് mg, വെയിറ്റ് ഓഫ് ദ ബോഡി. ഇനി ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാനൊരു ഹൈറ്റിലേക്ക് ഇതിനെ ഉയർത്തി എന്ന് വിചാരിക്കുക. ഒരു h ഹൈറ്റിലേക്ക് ഞാനിതിനെ കൊണ്ടുവന്നു.
അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റായി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു എച്ച് ഹൈറ്റിലേക്ക് ഞാനിതിനെ ലിഫ്റ്റ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഇവിടെയും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്, ഇവിടെയും ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. എച്ച് ഹൈറ്റിലേക്ക് ഇതിനെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഐ ആം ഡൂയിങ് വർക്ക് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഞാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, വർക്ക് ചെയ്തു. അപ്പം ഞാൻ ചെയ്ത വർക്ക് ഡൺ ഈ സിസ്റ്റത്തിൽ എനർജിയായി സ്റ്റോർ ചെയ്യും എന്നാണ് എൻ്റെ അസംഷൻ. ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ഞാൻ ഒരിക്കലും ആക്സലറേഷൻ ഉണ്ടാക്കരുത്, വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവരുത്. നോക്കൂ, എർത്തിൻ്റെ സർഫസിലുള്ള ഈ ഒബ്ജക്റ്റ് ഓഫ് മാസ് എം അതിന് ഞാൻ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുകയാണ് എഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആക്സലറേഷൻ ഉണ്ടാവരുത്. വിത്തൗട്ട് ആക്സലറേഷനോട് കൂടി ആയിരിക്കണം അതിനെ മുകളിലേക്ക് ഉയർത്തേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചോദിക്കും, സർ എന്താ ഈ ആക്സലറേഷൻ ഉണ്ടായാലുള്ള പ്രശ്നം? ശ്രദ്ധിക്കൂ, ആക്സലറേറ്റ് ചെയ്താൽ ആ ചെയ്ത വർക്ക് ഡൺ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആക്സലറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ചേഞ്ച് ചെയ്യുക. വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യും. അപ്പോൾ ചെയ്ത വർക്ക് ഡൺ എന്തായി മാറും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ബോഡിയെ എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒരു ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആക്സലറേറ്റ് ചെയ്താൽ, അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ആക്സലറേഷൻ സംഭവിച്ചാൽ, വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ ഈ ബോഡിക്ക് എന്ത് സംഭവിക്കും? വർക്ക് ഡൺ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അപ്പോൾ അത് വരാതിരിക്കാനാണ് ആക്സലറേറ്റ് ചെയ്യാതെ കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആക്സലറേറ്റ് ചെയ്യാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആക്സലറേഷൻ ഇല്ല, അതിൻ്റെ അർത്ഥം വെലോസിറ്റി കോൺസ്റ്റൻറ്റ്, അതിൻ്റെ അർത്ഥം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0. പക്ഷെ നമ്മളിവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ഡൺ പിന്നെ എന്തായി മാറി? ആ വർക്ക് ഡൺ അണ്ടർ ദിസ് സിറ്റുവേഷൻ ഈ എനർജി ആയിട്ട് മാറി. ആ വർക്ക് ഡൺ ഒരിക്കലും കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നില്ല, പകരം ആ വർക്ക് ഡൺ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ ആക്സലറേഷൻ കൂടാതെ മുകളിലേക്ക് പൊന്തിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ചെയ്ത വർക്ക് ഡൺ ഒരിക്കലും കൈനറ്റിക് എനർജി ആയിട്ട് മാറാൻ സാധ്യമല്ല. കാരണം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്, ആക്സലറേഷൻ ഇല്ല. അതുകൊണ്ട് ഒരിക്കലും ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആയിട്ട് മാറില്ല. അപ്പോൾ പിന്നെ ഈ വർക്ക് ഡൺ എന്തായിട്ട് മാറും? ഇറ്റ് വിൽ കൺവേർട്ടഡ് ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി ദാറ്റ് ഈസ് കോൾഡ് പൊട്ടൻഷ്യൽ എനർജി. അതാണ് പൊട്ടൻഷ്യൽ എനർജി, സംഭരിക്കപ്പെടുന്ന ഊർജം. അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ വസ്തു ഇവിടെ ആയിരിക്കുന്ന സമയത്തും ഇവിടെ ആവുന്ന സമയത്തും ഇവിടെ ഏത് ലൊക്കേഷനിലാവുന്ന സമയത്തും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mg തന്നെയാണ്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ഫോഴ്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആവുന്ന സമയത്ത് mg തന്നെയാണ്, ഈ ലൊക്കേഷനിലാണെങ്കിൽ mg തന്നെയാണ്, ഇവിടെയാണെങ്കിൽ mg തന്നെയാണ്. സോ എവ്രിവെയർ ഡ്യൂറിങ് ദിസ് മോഷൻ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ഇസ് mg വിച്ച് ഇസ് ആക്ടിങ് ഡൗൺവേർഡ്. ഇതിങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് എല്ലാ സിറ്റുവേഷനിലും ഫോഴ്സ് mg ആണ്, അത് താഴത്തേക്കാണ് ആക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, മുകളിലേക്ക് ഇതിനെ ലിഫ്റ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് ദ വർക്ക് ഡൺ? ലിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ആണ് കേട്ടോ, കാരണം എർത്തിൻ്റെ സർഫസിൽ നിന്നും എച്ച് ഹൈറ്റിലേക്കാണ് ഇതിനെ ഉയർത്തിയത്, മുകളിലേക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, എക്സ്റ്റേണൽ ഫോഴ്സ് മുകളിലേക്കാണ്. അതുകൊണ്ട് വർക്ക് ഡൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സ്, ശ്രദ്ധിക്കൂ, വർക്ക് ഡൺ by the external force, work done by the external force, W is equal to F external into H എന്ന് എഴുതിയാൽ മതി. F into H കാരണം എന്താണെന്നറിയോ? സത്യത്തിൽ F into S into cos theta എന്ന് വേണം, ശരിയല്ലേ? വർക്ക് ഡൺ is equal to F into F external into F into S into cos theta, ഇത് വേണം. ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഫോഴ്സാണ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഞാനതിനെ എഫ് എക്സ്റ്റേണൽ എന്ന് വിളിക്കുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ആണ്, തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആണ്. മുകളിലേക്കല്ലേ കൊണ്ടുപോയത്? ഡിസ്പ്ലേസ്മെൻറ്റ് മുകളിലേക്കാണ്, ഫോഴ്സ് എങ്ങോട്ടാ? എക്സ്റ്റേണൽ ഫോഴ്സ് മുകളിലേക്കാണ്. സോ തീറ്റ 0 ആണ്. അപ്പോൾ ശ്രദ്ധിക്കൂ, ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് എഫ് എക്സ്റ്റേണൽ ആണ്, എസ് എന്ന് പറയുന്നത് എച്ച് ആണ്, തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. അപ്പം എഫ് എക്സ്റ്റേണൽ ഇൻറ്റു എച്ച് ഇൻറ്റു കോസ് 0 എന്ന് വരും. കോസ് 0 1 ആണ്. അപ്പോൾ നമുക്ക് എഫ് എക്സ്റ്റേണലിൻ്റെ എച്ച് എന്ന് എഴുതാൻ പറ്റും. ഇനി എൻ്റെ അടുത്ത പ്രശ്നം എന്താണ്? ആക്സിലറേഷൻ കൂടാതെ ഇതിനെ കൊണ്ടുപോകണം.
ആക്സിലറേഷൻ കൂടാതെ കൊണ്ടുപോകാനുള്ള കണ്ടീഷൻ എന്താണെന്നറിയോ? കണ്ടീഷൻ ഫോർ സീറോ ആക്സിലറേഷൻ, ദിസ് ഈസ് ദാറ്റ് കണ്ടീഷൻ, എക്സ്റ്റേണൽ ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു എം ജി. നിങ്ങൾ ആലോചിച്ച് നോക്കോ, ലോജിക് വൈസ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇതാണ് എഫ് എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഡിറക്ഷൻ. താഴേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിലോ നെറ്റ് ഫോഴ്സ് സീറോ. ഫോഴ്സ് സീറോ ആയിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ സീറോ. ഓക്കെ, അപ്പം ആക്സിലറേഷൻ കൂടാതെ ഒരു വസ്തുവിനെ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എം ജി എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആയിരിക്കണം. സോ ദാറ്റ് താഴത്തേക്കുള്ള ഫോഴ്സും മുകളിലേക്കുള്ള ഫോഴ്സും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നെറ്റ് ഫോഴ്സ് സീറോ, അതുകൊണ്ട് ആക്സിലറേഷൻ സീറോ. സോ ഇതാണ് ആ കണ്ടീഷൻ. അപ്പോൾ ഞാനത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി ഇൻറ്റു എച്ച് എന്ന് കാണാൻ പറ്റും. സോ ഇതാണ് വർക്ക് ഡൺ. എന്തിനുള്ള വർക്ക് ഡൺ? ഒരു വസ്തുവിനെ, എം മാസുള്ള ഒരു വസ്തുവിനെ എർത്തിൻ്റെ സർഫസിൽ നിന്നും ആക്സിലറേഷൻ കൂടാതെ മുകളിലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ, എച്ച് ഹൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടുന്ന വർക്ക് ഡൺ ആണ് എം ജി എച്ച്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഈ സമയത്ത് എന്തുണ്ടായിട്ടില്ല? ഈ വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വർക്ക് ഡൺ ഒരിക്കലും കൈനറ്റിക് എനർജി ചേഞ്ച് ആയിട്ട് ഇക്വേറ്റ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ ഈ ചെയ്ത വർക്ക് ഡൺ എന്തായി മാറും? ദിസ് വിൽ ബി ഈക്വൽ ടു ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ക്യാപിറ്റൽ ലെറ്റർ വി കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ വി ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി ദാറ്റ് ഈസ് കോൾഡ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. So gravitational potential energy V is equal to mgh. This is the idea. മനസ്സിലായല്ലോ? എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഇറ്റ് ഇസ് എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഒരു ഒബ്ജക്റ്റ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ പൊസസ് ചെയ്യുന്ന സമയത്ത് അതിന് കിട്ടുന്ന എനർജി, അതിനെയാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുക. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? എർത്തിൻ്റെ സർഫസിൽ നിന്നും ഒരു ഒബ്ജക്റ്റിനെ ആക്സലറേഷൻ കൂടാതെ മുകളിലേക്ക് ഉയർത്തി. അപ്പോൾ അതിനാവശ്യമായ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതാണ് എം ജി എച്ച് എന്ന് കിട്ടിയത്. മനസ്സിലായോ? എക്സ്റ്റേണൽ ഇൻറ്റു എച്ച് ആണ് ശരിക്കും എഫ് എക്സ്റ്റേണൽ എം ജിക്ക് ഈക്വൽ ആവണം. അപ്പോഴാണ് ആക്സലറേഷൻ കൂടാതെ ഇതിനെ മുകളിലേക്ക് എടുക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ വർക്ക് ഡൺ എം ജി എച്ച് ആണെന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ എച്ച് ഹൈറ്റിൽ, എർത്തിൻ്റെ സർഫസിൽ നിന്നും എച്ച് ഹൈറ്റിൽ നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റ് പൊസസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എത്രയെന്ന് ചോദിച്ചാൽ എം ജി എച്ച് ആണ്. ഇത് സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് എഴുതുക, ക്യാപിറ്റൽ ലെറ്റർ വി ഓഫ് എച്ച് എന്ന് എഴുതും. അതായത് ദിസ് ഈസ് എ ഫങ്ഷൻ ഓഫ് എച്ച്. കാരണം പല പല ഹൈറ്റിൽ പല പല പൊട്ടൻഷ്യൽ എനർജി അല്ലേ കിട്ടുക, പല പല ഹൈറ്റുകളിൽ പല പല പൊട്ടൻഷ്യൽ എനർജിയാണ് കിട്ടുക. അതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു ഇങ്ങനെയാണ് എഴുതുക, ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് എച്ച്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ സർഫസ് ഓഫ് എർത്ത്? അതായത് എച്ച് സമം സീറോ. എത്രയാണ്? വി ഓഫ് സീറോ ഇസ് ഈക്വൽ ടു എം ജി ഇൻറ്റു സീറോ, ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ഇസ് സീറോ. ദിസ് ഇസ് ഐഡിയ.